അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിന്റെ കീഴിൽ വിശുദ്ധ ഖുർആനിലെ വനിതകൾ പദവി മാതൃക സന്ദേശം എന്ന തലക്കെട്ടിൽ നടന്നുവരുന്ന ഓൺലൈൻ വർക്ക്ഷോപ്പിന്റെ 6ാമത്തെ സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ വനിതകൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡോക്ടർ സൈഫുദ്ദീൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ വനിതകളെ കുറിച്ച് നടത്തുന്ന ഈ വർക്ക്ഷോപ്പിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച നബി മൂസാ നബി ആണല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം വിവിധ ഭാഗങ്ങളായി പരിശുദ്ധ ഖുർആനിൽ അങ്ങോളം ഇങ്ങോളം പരാമർശിക്കുന്നുണ്ട്. അത് ചെറിയ സൂറത്തുകളിൽ പേര് പരാമർശിച്ചായിട്ടും മറ്റു പല സൂറത്തുകളിൽ മൂസാ അലൈഹി ഇസ്ലാമിന്റെ വേദഗ്രന്ഥം തൗറാത്തിന്റെ കൂടെ പരാമർശിച്ചുകൊണ്ടും മറ്റ് വലിയ വലിയ സൂറത്തുകളിലേക്ക് വരുമ്പോൾ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ടുമാണ് മൂസാ നബിയുടെ ജീവിതത്തെ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. സൂറ ബഖറയിൽ മൂസാ അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം, ഇസ്രായേലി സമൂഹത്തിന്റെ ധിക്കാരം, അവരുടെ അവജ്ഞ, അവഗണന, അതും സഹിച്ചുകൊണ്ടും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രീതികൾ, പിന്നീട് സൂറ ത്വാഹയിലും അതുപോലെ തന്നെ സൂറ ഖസസിലുമെല്ലാം വിശദമായ ചർച്ചകൾ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ പ്രധാനമായും അത് സൂറ ഖസസിലും അതുപോലെ തന്നെ സൂറ ഹൂദിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സൂറ ബഖറയിലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിന് ചെറിയൊരു പരാമർശം നടത്തുന്നുണ്ട് എങ്കിൽ പോലും വിശദമായ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് സൂറ ഖസസിലാണ്. സൂറ ഖസസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുമ്പോൾ പോലും അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെ കൊണ്ട് തന്നെയാണ് ആ സൂറത്ത് തുടങ്ങുന്നത്. സൂറ ഖസസിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നത്ലു അലൈക മിൻ നബഇ മൂസ വ ഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. മൂസായുടെയും ഫിറൗന്റെയും ചില വൃത്താന്തങ്ങൾ യഥാർത്ഥ രൂപത്തിൽ നാം താങ്കളെ കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ആദ്യ ഓഡിയൻസ്. നാം താങ്കളെ കേൾപ്പിക്കാം, വിശ്വസിക്കുന്ന ജനത്തിന് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ തുടങ്ങുന്നത്. അതായത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിതം എന്തിനാണ്? അത് ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഉപകാരപ്പെടുവാൻ എന്ന അർത്ഥത്തിലാണ് എല്ലാ നബിമാരുടെയും കഥകൾ പറയുന്നത്. പ്രത്യേകിച്ച് മൂസാ അലൈഹി ഇസ്ലാമിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് സൂറ ഖസസ് ഇവിടെ തുടങ്ങുന്നത്. അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ ആ സൂറത്തിൽ പറയുന്നുണ്ട്. 4-ാമത്തെ ആയത്ത് നോക്കുക, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിറോൻ ഭൂമിയിൽ ഗർവിഷ്ഠനായിട്ടാണ് വാണത്. ഫജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹി നിസാഅഹും. അവൻ ഭൂനിവാസികളെ, അദ്ദേഹത്തിന്റെ ആ കാലത്തിലെ ഇസ്രായേലി ജനവിഭാഗങ്ങളെ വിവിധ കക്ഷികളായിട്ടും മറ്റുള്ള വിഭാഗങ്ങളെയൊക്കെ വിവിധ കക്ഷികളായി തരംതിരിച്ചു, വിഭജിച്ചു. അതിലൊരു കക്ഷിയെ അടിച്ചമർത്തി നിന്ദിക്കുകയും ചെയ്തു. അവരിലെ ആൺസന്തതികളെ കൊന്നുകളയുകയും പെൺസന്തതികളെ ജീവിക്കാൻ വിടുകയും ചെയ്തു. തീർച്ചയായും ഫിറഔൻ നാശകാരി തന്നെയാകുന്നു എന്നാണ് ആയത്തിന്റെ അർത്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി ഇസ്ലാമിന്റെ വരവിനെ എന്തിനാണ് മൂസാ അലൈഹി ഇസ്ലാമിനെ നാം നിയോഗിച്ചത് എന്ന് പറയുന്ന ഒരു വിശദീകരണം സൂറ ഖസസിലെ 5-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വനുരീദു അൻ നമുന്ന അലൽ ലദീന ഉസ്തളഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മത്തൻ വനജഅലഹും വാരിസീൻ. അതായത് പക്ഷേ നാം ഉദ്ദേശിക്കുന്നതോ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ഈ വിഭാഗത്തോട് ഔദാര്യം കാണിക്കുവാനും അവരെ നായകന്മാരും ഭൂമിയുടെ അനന്തരാവകാശികളുമാക്കാനും അത്രേ. മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിത കഥ വിശദീകരിക്കുന്നതിന്റെ പ്രധാന ആശയം ഈ ഒരു കാര്യത്തിലാണ്. അതായത് പീഡിപ്പിക്കപ്പെട്ടവർക്കുള്ള ഒരു രക്ഷ എന്ന നിലയിലും
അവരുടെ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും അതുപോലെ തന്നെ അവരെ ഇനി വരുംകാല സമൂഹത്തിന് അനന്തരാവകാശികളാക്കി മാറ്റുവാനും വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പ്രത്യേകം തന്നെ എടുത്തു പറയുന്നുണ്ടല്ലോ. അതായത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയാനുള്ള പ്രധാന കാരണം എന്തുകൊണ്ടാണ്? ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെയും സമൂഹത്തിന്റെയും അതുപോലുള്ള മറ്റു പ്രവാചകന്മാരുടെയും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രധാന സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല പിന്നെ പറയുന്നത് വനുമക്കിനു ലഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് നാം അധികാരം നൽകുവാനും കൂടെ വേണ്ടിയിട്ടാണ്. വനുരിയ ഫിർഔൻ വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, ഭൂമിയിൽ അവർക്ക് തന്നെ അധികാരം നൽകുവാനും അതുവഴി ഫിറഔനും ഹാമാനും അവരുടെ പടകൾക്കും അവർ ആശങ്കിച്ചതെന്തോ അത് തന്നെ കാണിച്ചു കൊടുക്കുവാനുമാണ് നാം ഉദ്ദേശിച്ചത് എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിന് ശേഷമാണ്, ഈ ആയത്തുകൾക്ക് ശേഷമാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളിലേക്ക് സൂറ ഖസസ് ചെന്നെത്തുന്നത്. കാരണം മൂസ അലൈഹി ഇസ്ലാമിന്റെ തുടക്കത്തിലേക്ക് തന്നെ ഈ സൂറത്ത് വിശദീകരിക്കുന്നുണ്ട്. അവിടെയാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ പരാമർശിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ പേര് ഖുർആൻ പരാമർശിക്കുന്നില്ല. ഉമ്മു മൂസ എന്ന രീതിയിലുള്ള ഒരു പരാമർശം മാത്രമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതേസമയം തന്നെ ചില ബിബ്ലിക്കൽ നരേഷനിലും ബൈബിളിലും മറ്റും വേറെ ചില യൊഹെബെസ് അതുപോലെ യുഹാബിദ് എന്ന പേരോ അല്ല യുഹാന ലോഹ എന്ന മറ്റു പല പേരുകളിലെല്ലാം ഒക്കെയും യഹൂദ ക്രിസ്ത്യൻ സംസ്കാരങ്ങളിലും അവരുടെ ടെക്സ്റ്റുകളിലും നമുക്ക് വിവിധ പേരുകൾ കാണാം. എന്നാലും പരിശുദ്ധ ഖുർആൻ ആ പേര് പരാമർശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഖസസിലെ 7-ാമത്തെ ആയത്ത് മുതൽ 13 വരെയും അതുപോലെ തന്നെ സൂറ ത്വാഹയിലെ 38-40 വരെയുള്ള ആയത്തുകളും ഈ ഒരു വിഷയം സംസാരിക്കുന്നുണ്ട്. അവിടെ ഈ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ പരാമർശിക്കുന്നത് വഹീ നൽകി എന്നാണ്. വൗഹൈന ഇലാ ഉമ്മി മൂസ അൻ അർളഈ എന്ന രീതിയിലാണ്. അതായത് അവർക്ക് പാല് കൊടുക്കുവാൻ നാം മൂസയുടെ ഉമ്മയോട് വഹീ നൽകി എന്നുള്ളതാണ്. അതായത് വഹീ ലഭിക്കുന്ന മഹദികളിൽ ഒന്നായി മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ നമുക്കിവിടെ പരാമർശിക്കാമെന്നുള്ളതാണ്. അത്രത്തോളം ഒരു പ്രാധാന്യം അവർക്ക് അള്ളാഹു നേരിട്ട് നൽകുന്നു എന്നുള്ളതാണ്. അവിടെ തന്നെ എന്ത് ചെയ്യണമെന്നുള്ള ചർച്ചയും കൂടി നമുക്ക് കാണാം. അതായത് ഈ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസ അലൈഹി ഇസ്ലാമിന് ഈ ഇങ്ങനെയുള്ള ഒരു പരീക്ഷണം നേരിടേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ, അക്കാലങ്ങളിൽ രണ്ടു തരം വ്യാഖ്യാനങ്ങളാണ് തഫ്സീറുകളിൽ ഉള്ളത്. ഒന്ന്, ഒരു ഇസ്രായേലി കഥകളെ അവലംബിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ഒരു കഥയാണ്. അത് ഏതോ ഒരു പൂജാരി അല്ലെങ്കിൽ ഏതോ ഒരു മാന്ത്രികന് മറ്റോ സ്വപ്നം കാണുകയും ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു, ആ കുട്ടി ഫിറോനെ വധിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നതോടുകൂടി ആ വർഷം ജനിക്കുന്ന എല്ലാ കുട്ടികളെയും കൊല്ലുവാൻ കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ചില തഫ്സീറുകൾ നമുക്ക് കാണാം. എന്നാൽ അതിനേക്കാളും അപ്പുറം മറ്റു ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നത് അന്നത്തെ ഒരു ഭൗമരാഷ്ട്രീയവും അവിടുത്തെ തന്നെ സമൂഹത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയവുമായി കേന്ദ്രീകരിച്ചാണ് ഇതെന്ന് വിശദീകരിക്കുന്നത് കാണാം. മൗലാന മധുവിനെ പോലുള്ള പണ്ഡിതന്മാർ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അതായത് അക്കാലങ്ങളിൽ ഇതേപോലെ തന്നെ ഈ ഇസ്രായേലി വംശത്തിന്റെ വംശനാശം സംഭവിക്കുവാൻ വേണ്ടി അവരിൽ അതുപോലെ തന്നെ യൂസഫ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം തകർച്ചയ്ക്ക് ശേഷം പിന്നീട് കോപ്റ്റിക് രാജവംശം അല്ലെങ്കിൽ ഖിബിത്തികൾ അധികാരം പിടിച്ചെടുത്തതാണല്ലോ ഈജിപ്തിന്റെ ചരിത്രം. അപ്പോൾ ഇസ്രായേലികളിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തോടുകൂടി പിന്നീട് ഇവർ വീണ്ടും ഉയർന്നു വരുമെന്ന് പറയുന്ന ഒരു ഭയം ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒന്നിടവിട്ടുള്ള വർഷങ്ങളിൽ കുഞ്ഞുങ്ങളെ വധിക്കുവാൻ തീരുമാനിച്ചു. കാരണം മുഴുവൻ കുഞ്ഞുങ്ങളെ വധിക്കുകയാണെങ്കിൽ അവർക്ക് അടിമകളെയും അവരുടെ കോട്ടകൊത്തരങ്ങൾ പണിയാനുള്ള തൊഴിലാളികളെയും കിട്ടില്ല എന്ന് പറയുന്ന ഒരു ചർച്ച രൂപപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഒന്നിടവിട്ടുള്ള കാലങ്ങളിൽ കുട്ടികളെ വധിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന് 3 വയസ്സും മൂത്ത ആളായിട്ടാണ് ബൈബിളിൽ ചിത്രീകരിക്കുന്നത്. അതിനുശേഷമുള്ള ഇടവേളയിലാണ് ഈ കുഞ്ഞിനെ വധിക്കുന്ന കൽപ്പനകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് വധിക്കാൻ കൽപ്പിക്കുന്ന കാലത്താണ് മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്നതും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആയത്തുള്ളതെന്നും മൗലാന മധുദിനെ പോലുള്ള ആധുനിക പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിൽ തന്നെ വളരെ രസകരമായ ചില പോയിന്റുകൾ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. എന്തൊക്കെയാണെന്ന് നോക്കുക. ഈ ആയത്തിൽ തന്നെ 2 കമാൻഡുകൾ, 2 കൽപ്പനകൾ പറയുന്നു. ഒന്ന്, ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറയുന്നു. രണ്ടാമത്, ആ കുഞ്ഞിനെ ആ പുഴയിലേക്ക് എറിയുവാൻ പറയുന്നു.
അതേപോലെ തന്നെ രണ്ട് തടയുന്ന വർത്തമാനങ്ങൾ പറയുന്നു. വലാ തഹാഫി വലാ തഹ്സനി, നിങ്ങൾ ഒരിക്കലും ഭയക്കേണ്ടതുമില്ല, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതുമില്ല എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് അതിന്റെ ഒരു പ്രോമിസ്, രണ്ട് വാഗ്ദാനങ്ങളും കൂടി അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. തീർച്ചയായും ഇന്നാ ലറാദൂഹു ഇലൈക്, തീർച്ചയായും നിന്നിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും, അതായത് മൂസ അലൈഹി ഇസ്ലാമിന് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. വജഅലൂഹു മിനൽ മുർസലീൻ, അദ്ദേഹത്തെ റസൂലുമാക്കി മാറ്റും എന്ന് പറയുന്ന രണ്ട് വാഗ്ദാനം ഇതേ ആയത്തിൽ, 7-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു ഒന്നിച്ചു ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ആ കുഞ്ഞിനെ വിടുകയും, ആ കുഞ്ഞിനെ വിടുന്ന സാഹചര്യത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ മാതാവിന്റെ വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും എടുത്തറിയുന്ന ഒരു ആയത്തും കൂടെ ഇവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗൻ, അതായത് അത്രത്തോളം വിഷമം നിറഞ്ഞ ഫാരിഗായ ഒരു അവസ്ഥയിലാണ്, അതായത് മനസ്സ് തന്നെ ഇല്ലാതായി പോയ ഒരു സാഹചര്യമാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയ്ക്ക് ഉണ്ടായി മാറിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനുശേഷം പറയുന്നത് ഇൻ കാദത്ത് ലതുബ്ദിയ ബിഹി ലൗലാ അൻ റബ്ബത്നാ അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവിന്റെ മനസ്സ് പിടപിടയ്ക്കുകയായിരുന്നു, ആകെ ശൂന്യമായി മാറി. നമ്മുടെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാൻ അവളുടെ ഹൃദയത്തെ നാം ദൃഢീകരിച്ചിരുന്നില്ലെങ്കിൽ അവൾ ഈ രഹസ്യം വെളിപ്പെടുത്തുമാറായിരുന്നു. എന്ന് വെച്ചാൽ അത്രത്തോളം കഷ്ടപ്പെടുന്ന ഹൃദയം നമ്മുടെ കൈവെള്ളയിൽ വരുന്ന ഒരു സാഹചര്യം പോലെ ഉമ്മയ്ക്ക് അനുഭവപ്പെട്ടു. നമുക്കറിയാം ഇതേ ഒരു സാഹചര്യം പോലും ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ പരാമർശിക്കുന്ന കാണാം. അതായത് വർഷങ്ങളോളം കാത്തിരുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതേ കുഞ്ഞിനെ അറുക്കുവാൻ അള്ളാഹ് കൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നാൽ പോലും അള്ളാഹുവിനെ അനുസരിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ മനസ്സിനെ വിശദീകരിച്ച് പറയുന്നത്. അപ്പോൾ അള്ളാഹ് പറയുന്നത് അനുസരിക്കുകയും അങ്ങനെ അതിന്റെ കൂടെ തന്റെ മകളെ അയക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഫഖാലത ലി ഉഖ്തിഹി, മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസ അലൈഹി ഇസ്ലാമിന്റെ പെങ്ങളോട്, അതായത് മകളോട്, ഖുസ്സിഹി, അതിനെ പിന്തുടരാൻ പറയുന്നു. അവർ കാണാത്ത രീതിയിൽ, അവർക്കറിയാത്ത രീതിയിൽ ശത്രുക്കൾ അറിയാതെ അകലെ നിന്ന് അതിനെ നിരീക്ഷിച്ച് നടക്കുക എന്ന രീതിയിലുള്ള കൽപ്പന പോവുകയും ആ കുട്ടി അങ്ങനെ ചെയ്യുന്നതുമായിട്ടാണ് നമുക്ക് ഖുർആൻ വിശദീകരിച്ചു തരുന്നത്. അതിനുശേഷം പിന്നീട് ഖുർആൻ തന്നെ പറയുന്നത് വഹറംനാ അലൈഹിൽ മറാദിയ മിൻ ഖബൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശിശുവിന് നാം നേരത്തെ തന്നെ മുലയൂട്ടുന്നവരുടെ മാറുകൾ വിലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫഖാലത്ത്, അപ്പോൾ ഈ പെങ്ങൾ അവിടെ എത്തുകയും, ബാക്കിയും ഖുർആൻ നമുക്ക് ചിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ഫിറഔന്റെ കുടുംബക്കാർ അവർ കുളിക്കുന്ന ഭാഗത്തേക്ക് അത് ഒഴുകി ചെല്ലുകയും ആ കുഞ്ഞിനെ എടുക്കുകയും ഇത് കണ്ടുകൊണ്ട് പെങ്ങൾ അടുത്ത് ചെല്ലുകയും എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അവരെ പാല് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പാല് കുടിക്കാതിരിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ആ കുട്ടി പെങ്ങൾ മറുപടി പറയുന്ന ഭാഗമാണ് പിന്നീട് ഖുർആൻ പറയുന്നത് ഖാലത്ത് ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫ്ലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടിയുടെ പരിപാലനം ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വീട്ടുകാരെ ഞാൻ പറഞ്ഞു തരട്ടെയോ, അവർ ഇവനെ ഗുണകാംക്ഷയോടുകൂടി തന്നെ പോറ്റിക്കൊള്ളുമെന്ന് ഈ കുഞ്ഞ് അവിടെ പറയുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഈ തരത്തിൽ ഉമ്മയുടെ ഒരു ചിത്രം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ ഉമ്മയുടെ ഒരു ഇമേജ് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ പരാമർശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതായത് ഒരുപാട് സംഘർഷങ്ങളിലൂടെ, ഒരുപാട് വ്യക്തിപരമായ നഷ്ടങ്ങളിലൂടെ കടന്നു ഉണ്ടെങ്കിൽ പോലും വിശ്വാസം ഏറ്റു നിർത്തുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ കാണാം. അള്ളാഹു വഹി നൽകിയ ഒരു ഉമ്മ എന്ന നിലയിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ കാണാം. അതുപോലെ തന്നെ വലിയൊരു സംഘർഷവും പ്രതിസന്ധിയും ജീവിതത്തിൽ നേരിട്ടിട്ടെങ്കിൽ പോലും നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടപ്പെടാതെ മുറുകി പിടിക്കുകയാണ് നമ്മൾ ചെയ്യുക. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് അത് അതേപടി ചെയ്യുന്ന ഒരു ഉമ്മയെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തതുപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയും ഇതേപോലെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് ഈ ഒരു മനഃശാസ്ത്രപരമായ ഒരു ആശയം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് വിജയം നേടാൻ കഴിയുന്നത്?
പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ പേഴ്സണലായ സംഘർഷങ്ങൾ, പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ അതിനോട് ഒട്ടി നിൽക്കുകയും വിടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി നമ്മൾ എന്ത് ചെയ്യും? ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരുവാൻ കാരണമാകും. എന്നാൽ ഈ ഒരു വിശദീകരണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വലിയ ലക്ഷ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ വിട്ടുകൊടുക്കുക എന്നത് അതാണ് നല്ലത്. ഇങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ വിജയകരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു ആശയം ഈ ഒരു കാര്യത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂറ ഖസസിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 കൽപ്പനകൾ, 2 നിരോധനങ്ങൾ, 2 വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ ഒരു പാഠം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സാക്രിഫൈസ്, നമ്മുടെ ത്യാഗം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു വലിയ വിജയത്തിനുള്ള കാരണമാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയ്ക്ക് ആ കുഞ്ഞിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒഴിവാക്കുന്നു, അതായത് അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്യുന്നു, അതിന്റെ ഫലമായി ലഭിക്കുന്നതോ അള്ളാഹു അനുഗ്രഹിച്ച ഒരു പ്രവാചകനെയാണ് തന്റെ കയ്യിലേക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു കാലികമായ ഒരു നഷ്ടം അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി ഒരു വലിയ വിജയമായി മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതും നമുക്ക് കാണാം. ഈ തരത്തിലാണ് നമുക്ക് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ ജീവിതത്തെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്ന വൾണറബിലിറ്റിയെ, ട്രോമയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത്? ഇവിടെ ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ ഹൃദയം ഫാരിഗായി മാറി എന്ന് പറയുന്ന ഒരു പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഫഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ഈ ഫാരിഗ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ശൂന്യമായ ഒരു അവസ്ഥയാണ്. ഇതുവരെ മനസ്സിൽ വെച്ച എല്ലാം ശൂന്യമായി പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ പോലും സബർ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ പിൻപറ്റുക എന്ന ഒരു പാഠം ഇതിലൂടെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയില്ല. നമ്മുടെ യഥാർത്ഥ ഒരു ആത്മീയമായ ധാരണ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവപ്പെടുമ്പോഴും ആ വിശ്വാസം നിലനിർത്തുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് ഈ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച ഒരു പദമാണ് റബ്ബത്ത് എന്ന് പറയുന്നത്. അതേ ആയത്തിൽ ലൗല ഇൻ കാദത തുബ്ദിയ ബിഹി ലൗല അൻ റബ്ബതുന അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. ആ റബ്ബത്ത് എന്നുള്ള പദം നോക്കുക. അവിടെ ആ ഹൃദയത്തെ ദൃഢീകരിക്കുന്ന ഒരു പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. അവിടെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിശ്വാസം പുലർത്താൻ താല്പര്യമുള്ളവർക്ക് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുകയും അവർക്ക് ഏത് സന്ദർഭങ്ങളെയും, ക്രൈസിസിനെയും, പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കുമെന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പോയിന്റ്, ശത്രുവിന്റെ മടയിൽ ഒരു വലിയ സേഫ്റ്റി ലഭിക്കുന്ന ഒരു കഥ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസാവഹിച്ച് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭയങ്ങൾ പോലും ഇല്ലാതാവുകയും അതൊരു വലിയ വിജയമായി മാറുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിഅത്തിൻ കസീറ ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, എത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി എത്ര വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്, അതിജയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അത് കാരണം എന്താണ്? അള്ളാഹുവിന്റെ അനുവാദം, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിനോടുള്ള തഖ്വ പുലർത്തുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഭയങ്ങളും നീക്കി വലിയ വിജയത്തിന് അത് ഒരു സാധ്യത ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠം മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, അത് നമ്മുടെ പ്രയാസങ്ങളുടെ ഒരു വലിപ്പമോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മർദ്ദകന്റെ, ശത്രുവിന്റെ ശക്തിയോ അതിനെ ഭയക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് തീർച്ചയായും അത് വിജയമായി തന്നെ ഭവിക്കും എന്ന് പറയുന്ന ഒരു പാഠം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ തവക്കുൽ എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും മോശമായ ഭീകരമായ ആ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പോലും തഖ്വ പുലർത്തുന്നത് വിജയം ലഭിക്കാൻ കാരണമാകും എന്ന് പറയുന്ന ഒരു ഉദാഹരണവും കൂടി മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇതിനു മുന്നിൽ വെച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയും ഖുർആനിലും ബൈബിളിലും ഏത് തരത്തിലാണ് ഒരു കമ്പാരിസൺ വരുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ ഉമ്മു മൂസ എന്നേ പറയുന്നുള്ളൂ. എന്നാൽ ബൈബിളില്
അവരുടെ പുറപ്പാട് പുസ്തകം എക്സോഡസില് അതില് 20-ാമത്തെ സൂക്തത്തില് യോഹാബെസ് എന്ന് പറയുന്ന ഒരു പേര് ഇങ്ങനെ തന്നെ പരാമർശിക്കും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ ഒരു ലീനേജുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. ഒരു വളരെ വിശ്വസ്തയായ അഭിമാനമുള്ള ഒരു ഉമ്മ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് ഖുർആൻ പറയുന്നത് എങ്കിൽ, ലവി എന്ന് പറയുന്ന ഇസ്രായേലി വംശത്തിന്റെ തലമുറയിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന രീതിയിലാണ് യോഹാബെത്തിനെ ബൈബിളിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ വഹി ഇറങ്ങിയ ഒരു സ്ത്രീ എന്ന് പറയുന്ന വിശദീകരണം ഖുർആനിലുള്ളപ്പോൾ ബൈബിളിൽ ഒരു ഉമ്മയുടെ മനസ്സ് എന്ന രീതിയിലാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ വഹിയുടെ ഒരു പരാമർശം നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ അള്ളാഹ് കൽപ്പിച്ച ഉടനെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയുടെ ശിരസ വഹിച്ചുകൊണ്ട് നദിയിലേക്ക് ഇടുന്ന ഒരു ഉമ്മയെ ഖുർആൻ വിശദീകരിക്കുമ്പോൾ 3 മാസക്കാലം തന്റെ കീഴിൽ മറച്ചു വെച്ചതിന് ശേഷം പുഴയിലേക്ക്, നദിയിലേക്ക്, നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു ഉമ്മയാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആൻ മൂസാ നബിയുടെ ഉമ്മയെ, അവരുടെ ട്രാമയെ, അവരുടെ ആകാംക്ഷയെ, അവരുടെ ബുദ്ധിമുട്ടുകളെ എല്ലാം അതുപോലെ വിശദീകരിക്കുകയും അള്ളാഹു അവർക്ക് നൽകുന്ന റബ്ബത്തിനെ കുറിച്ച് ഒരു ദൈവികമായ ഒരു സ്ഥിരതയെ കുറിച്ചും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൈബിളിലാണെങ്കിലും അവരുടെ ധീരതയെ കുറിച്ചും ഫറോവയുടെ കൽപ്പനയെ ധിക്കരിക്കാനുള്ള അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും ഒരു സമാനമായ ചിത്രീകരണം നമുക്ക് ബൈബിളിലും കാണാം. അതുപോലെ തന്നെ ഖുർആനിൽ വിശദീകരിക്കുന്നത് കുഞ്ഞിനെ തന്നെ തിരിച്ചു കിട്ടുന്ന, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് വിശദീകരിക്കുന്നുണ്ട്. ബൈബിളിലും അതേ ഒരു ചിത്രീകരണം ഉണ്ടെങ്കിൽ പോലും ഹീബ്രു അവരുടെ ന്യൂ ടെസ്റ്റ്മെന്റിലെ ഹീബ്രു 11-ാമത്തെ സൂക്തത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ ഹാൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഒരു ഹാൾ, ഒരു വലിയ ഗേഹം, ഒരു വലിയൊരു സ്ഥലം എന്ന രീതിയിൽ അവിടെ വിശദീകരിക്കുന്നത്. അതായത് സമാനമായ ചെറിയ മൈന്യൂട്ടായ വിശദീകരണങ്ങളാണുള്ളെങ്കിലും സമാനമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഖുർആനിലും ബൈബിളിലും ഇവിടെ കാണുവാൻ പറ്റും. വഹി എന്ന് പറയുന്ന ഒരു പ്രത്യേക പരാമർശം ഖുർആനിൽ പ്രത്യേകം എടുത്തു പറയുന്നത് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ കൽപ്പനയുടെ ഭാഗമായിട്ടാണ് കുഞ്ഞിനെ നദിയിലേക്ക് ഇടുന്നത് എന്ന് പറയുന്ന ഒരു പരാമർശം നമുക്ക് ബൈബിളിൽ ഇല്ലാത്തത് ഖുർആനിൽ കാണുവാൻ പറ്റും. അതിന്റെ കൂടെ തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയുടെ ഒരു ഇമേജും ഖുർആനിലൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഖുർആനിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയെ ഉഖ്തിഹി, അദ്ദേഹത്തിന്റെ പെങ്ങൾ, സഹോദരി എന്ന പേരാണ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ വേറൊരു പരാമർശമൊന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഖുർആൻ തഫ്സീറുകളിൽ പോലും ഈ ഇസ്രായേലി കഥകളിൽ നിന്ന് കടമെടുത്ത മിറിയം അല്ലെങ്കിൽ മറിയം എന്ന് പറയുന്ന പേര് നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ കാണുവാൻ പറ്റും. അതുപോലെ തന്നെ അൻജുൻബ് എന്ന് പറയുന്ന ഒരു പരാമർശം ഉണ്ടല്ലോ, കുഞ്ഞിനെ ദൂരെ നിന്ന് നോക്കുന്ന ഒരു രീതിയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതായത് ബസുറത്ത് ബിഹി അൻജുൻബിൻ വഹും ലാ യഷ്ഉറൂൻ, അതായത് അതിന്റെ അങ്ങനെ ഈ സഹോദരി ശത്രുക്കൾ അറിയാതെ അകലെ നിന്ന് അതിനെ നിരീക്ഷിച്ച് നടന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അകലെ നിന്ന് ദൂരത്തായി നോക്കുന്ന, അടുത്തോട്ട് ചെല്ലാതെ ആൾക്കാരിൽ സംശയം ചലിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടത്തുന്ന ഒരു പെങ്ങൾ എന്ന നിലയിൽ ഈ സഹോദരിയെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജിക് ഇടപാടുകൾ, കുഞ്ഞിനെ പാല് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളൊക്കെയും അതിന്റെ ഒരു ഭാഗമാണ്. അവരുടെ ഇടപാടുകളെല്ലാം അത്രത്തോളം സൂക്ഷ്മമായി തന്നെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടാണല്ലോ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുവാൻ സഹായകമാവുന്നത്. അതായത് അള്ളാഹുവിന്റെ തവക്കുൽ വെച്ചുകൊണ്ടാണ് ഉമ്മ ഒഴുക്കി വിടുന്നതെങ്കിൽ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടെത്തിക്കുന്നത് പെങ്ങളുടെ സ്ട്രാറ്റജി നിറഞ്ഞ സമീപനത്തിലൂടെയായിരുന്നു എന്ന് ഖുർആൻ തന്നെ വിശദീകരിക്കുന്ന നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാഠം എന്ന നിലയിൽ പഠിക്കേണ്ട ചില പാഠങ്ങൾ, മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയുടെ പാഠങ്ങൾ എന്തൊക്കെയാണ് തരുന്നത്? അതിൽ പ്രധാനമായും അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ, കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ഒരു ലീഡിങ് പൊസിഷനെ വിശദീകരിക്കുന്നുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് സ്വീകരിക്കേണ്ടത് എന്നും നമുക്ക് ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഇമോഷണൽ റെഗുലേഷൻ നോക്കുക. വളരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ മൂസാ നബി എന്ന ആ കുഞ്ഞ് ഫിറോവിന്റെ കൊട്ടാരത്തിലെത്തി. അവിടെത്തിയും ആ ഫിറോനാവട്ടെ ഇസ്രായേലി കുഞ്ഞുങ്ങളെ വധിച്ചു കളയുന്നവനാണ്. ഈ കുഞ്ഞിനെ ലഭിച്ചപ്പോൾ തന്നെ ഫിറോവിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നത്. പക്ഷേ ആ കുടുംബത്തിലെ ബൈബിളിന്റെ വിശദീകരണ പ്രകാരം ഫിറോവിന്റെ പെങ്ങളാണ്
ഈ കുഞ്ഞിനെ എനിക്ക് വേണമെന്നും കൊല്ലരുതെന്നും നമുക്ക് വളർത്താമെന്നൊക്കെ പറയുന്ന വിശദീകരണം പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ആ ഒരു സാഹചര്യം കണ്ടറിഞ്ഞുകൊണ്ട് അവിടെ എത്തുകയും അവിടെ വളരെ ഭയങ്കര ഇമോഷണൽ ആവാതെ തന്നെ വളരെ സൂക്ഷ്മമായി ഇടപെടുന്ന ഒരു ഇമോഷണൽ റെഗുലേഷൻ നടത്തുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ഇവിടെ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൻജുൻബിൻ എന്ന് പറയുന്ന പരാമർശം അവിടെ, അതായത് ദൂരത്ത് നോക്കുക, കുഞ്ഞിനെ കണ്ടിട്ട് ഓടിപ്പോയത് എടുക്കുകയും ആവേശത്തള്ളിച്ചയിൽ മുഴുവൻ പ്ലാനുകളും തകർക്കുന്നതായിട്ടല്ല. അതിന് പകരം വളരെ സ്ട്രാറ്റജിക് പേഷ്യൻസ്, വളരെ തന്ത്രപരമായ സമാധാനം കാണിച്ചുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളെയും ഓവർകം ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ കാര്യങ്ങളെ അവതരിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഇമേജും ഈ പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് അവിടെ ഓടിച്ചെന്നിട്ട് എനിക്ക് കുഞ്ഞിന്റെ ഉമ്മയെ അറിയാം എന്ന രീതിയിലല്ല അവർ പറഞ്ഞത്. അതിന് പകരം എന്താണ് പറയുന്നത് നമുക്കറിയാം. അതിന് പകരം അവർ പറയുന്നത് ഹൽ അതുല്ലുക്കും, ഈ ഉമ്മ മറിയം എന്ന് പറയുന്ന സഹോദരി പറയുന്നത് ഹൽ അതുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ. ഇതിനെ നോക്കാൻ പറ്റുന്ന, ഈ കുഞ്ഞിനെ പരിപാലിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞിനെ ഞാൻ പറഞ്ഞു തരാം എന്ന രീതിയിലാണ് പറയുന്നത്, ഉമ്മയെ കാണിച്ചു തരാമെന്നല്ല. അപ്പോൾ ആ ഒരു തന്ത്രപരമായ വർത്തമാനം ഉപയോഗിച്ചുകൊണ്ട് അവരെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു തന്ത്രം ഉപയോഗിക്കുന്ന, വേണ്ട രീതിയിൽ ഓഡിയൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് നടത്താൻ കഴിയുന്ന ഒരു ഇമേജ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതും നമുക്ക് കാണാം. മറ്റൊന്ന്, ഈ ഇന്റർമീഡിയേറ്റേഴ്സ്, ഉമ്മയ്ക്ക് വഹിയാണ് ലഭിക്കുന്നതെങ്കിൽ ഈ പെങ്ങളുടെ തീരുമാനമാണ് ഈ കുഞ്ഞിനെ തിരിച്ച് ഉമ്മയിലേക്ക് എത്തിക്കാൻ കാരണമായത്. പലപ്പോഴും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും ഈ ഹീറോകളുടെ ചരിത്രം നമുക്കറിയാം. അത് മുന്നിൽ നിൽക്കുന്ന, ചരിത്രം രേഖപ്പെടുത്തുന്ന ഹീറോകളും ഹീറോയിന്റെയും ചരിത്രം നമുക്കറിയാം. പലപ്പോഴും ഇതിന്റെ മറവിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ഒരുപക്ഷെ ആ വിജയത്തിന് പ്രധാന പങ്ക് വഹിച്ച ആൾക്കാരുടെ പേരുകൾ നമുക്ക് കാണുവാൻ കഴിയില്ല. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദരിയുടെ പേര് പറയുകയും അവരുടെ വർത്തമാനങ്ങളും രീതികളും അതേപടി പരാമർശിച്ചുകൊണ്ട് ആ ഹീറോയിസം കാണിക്കുന്ന ആ ഒരു ലീഡർഷിപ്പിലേക്ക് ഈ അനിയത്തിയെയും ഈ സഹോദരിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക് ഉപയോഗിക്കുന്ന, ആ ഒരു ചിന്തയെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന, ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വേണ്ട തരത്തിലുള്ള ബന്ധങ്ങളും കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടി എന്ന നിലയിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിസ്ക് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുക. നമുക്കറിയാം, ആ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കുക. ഒരു ചെറിയ തെറ്റായ സ്റ്റെപ്പ്, ഒരു നീക്കം ഒരുപക്ഷെ ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാകും. അവരുടെയും ഉമ്മയുടെയും മൂസയുടെയും ആ കുടുംബത്തിന്റെ തന്നെ മരണത്തിന് കാരണമാകും. അതാണല്ലോ അന്നത്തെ ഇസ്രായേലി സമൂഹം. എന്നാൽ അതൊക്കെയും കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ വളരെ സുന്ദരമായ സമാധാനപരമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തി എന്നുള്ളതും മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി ചെയ്ത വലിയൊരു വിജയമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സാഹചര്യങ്ങൾ വളരെ റിസ്ക് നിറഞ്ഞ സാഹചര്യത്തിൽ പോലും ഒരു പുതിയ പൊൻകിരണം ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു പുതിയ വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന വാതിലുകൾ തുറക്കുക എന്ന് പറയുന്ന രീതി നമുക്ക് ഇവിടെ ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയുടെ ജീവിതത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തവക്കുലിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണെങ്കിൽ, ആ തവക്കുലിനെ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞ, ഹ്യൂമൻ ഇന്റലക്ട് ഉപയോഗിച്ച, സ്ട്രാറ്റജി ഉപയോഗിച്ച, ധീരത ഉപയോഗിച്ച ഒരാളുടെ ഒരു ഇമേജ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയിലൂടെ നമുക്ക് കാണിക്കുന്നത്. ബൈബിളിന്റെ പ്രകാരം ആ ഒരു സാഹചര്യത്തിൽ 10-13 വയസ്സുണ്ട് എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. ബൈബിളിലും ഇതേപോലെ ചില സമാനമായ ഇമേജുകൾ ഈ ഒരു സാഹചര്യത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൽ അദ്ദേഹത്തിന്റെ സഹോദരി എന്ന പേരാണെങ്കിൽ ബൈബിളിൽ മറിയം എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് പുറപ്പാട് എക്സോഡസ് പുസ്തകത്തിൽ ഇതിന്റെ വിശദീകരണങ്ങൾ കാണാം. അതുപോലെ തന്നെ ഒരേപോലെ തന്നെ വളരെ ബ്രേവായ, ധീരതയുള്ള ഒരു കഥാപാത്രമായി ഖുർആൻ വിശദീകരിക്കുമ്പോൾ, എന്നാൽ ബൈബിളിൽ ഈ സഹോദരിയുടെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള അനക്കങ്ങളും നീക്കങ്ങളും ചലനങ്ങളും അവരുടെ സംഘർഷഭരിതമായ ജീവിതവും വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഒരു തരത്തിലുള്ള ലീഡർഷിപ്പിലേക്ക് എത്തുന്നത് പോലും ഉണ്ട്. അതുപോലെ തന്നെ
ഖുർആനിൽ വളരെ ഒരു ശരിയായ വിശ്വാസമുള്ള ഒരു കുടുംബത്തിന്റെ ബന്ധത്തെ ദൗത്യത്തെ പുലർത്തുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലാണെങ്കിൽ ബൈബിളിൽ ഒരു പ്രവാചക എന്ന രീതിയിൽ തന്നെ എക്സോഡസിൽ പുറപ്പാട് പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രവാചകയായി മാറി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്നൊരു വിശദീകരണം നമുക്ക് ബൈബിളിൽ കാണാം. അതുപോലെ തന്നെ ബൈബിളിലും ഖുർആനിലും മൂസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വളരെ സുന്ദരമായ, വളരെ സമാധാനപരമായ എന്നാൽ തന്ത്രപരമായ നീക്കങ്ങൾ രണ്ടിലും ഒരുപോലെയാണ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മറിയമ്മത്തിന്റെ മറ്റൊരു നീക്കം ബൈബിളിൽ വിശദീകരിക്കുന്നത് മൂസാ അലൈഹി ഇസ്ലാം ഇസ്രായേലിനെ രക്ഷിച്ചുകൊണ്ട് അവരെ കടന്നു ചെന്നതിന് ശേഷം അവിടെ ഒരു സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയം ആഹ്ലാദിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു സ്ത്രീയായി വിശദീകരിക്കുന്നുണ്ട്. അതിന് സോങ് ഓഫ് ദ സീ എന്ന രീതിയിലാണ് ആ പാട്ട് ചരിത്രത്തിൽ ബൈബിളിൽ വിശദീകരിക്കുന്നത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ബൈബിളിൽ അതിൽ കൊടുക്കുന്നുണ്ട്. ആ സോങ് ഇങ്ങനെയാണ്: സിംഗ് ടു ദ ലോർഡ് for he has triumphed gloriously, the horse and his rider he has thrown into the sea എന്ന രീതിയിലാണ് ബൈബിളിൽ ഇംഗ്ലീഷിൽ അത് പരാമർശിക്കുന്നത്. അതായത് ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമുക്ക് ഈ വിജയം തന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന രീതിയിലാണ്. അത് സോങ് ഓഫ് ദ സീ എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കിന്റെ ഒരു തുടക്കക്കാരി എന്ന രീതിയിൽ ഈ ഒരു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് പിന്നീട് ഒരു വലിയൊരു ആഘോഷമായി ഈ പാട്ട് തന്നെ മാറുന്ന ഒരു ചരിത്രം നമുക്ക് ഇസ്രായേലി ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇവർ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയോട് ഇടയുന്നതായും അതുമാത്രം ഈ അള്ളാഹുവിന്റെ കർത്താവിന്റെ കൽപ്പനകൾ ലംഘിച്ചതിന്റെ ഫലമായി, അതായത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ശാസനകൾ ലംഘിച്ചതിന്റെ ഫലമായി ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിക്കുകയും ചില രോഗങ്ങൾ ഉണ്ടാവുകയും ഇവരുടെ വേദന കണ്ടുകൊണ്ട് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയും കുടുംബവും മൂസാ അലൈഹി ഇസ്ലാമിനോട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുകയും അങ്ങനെ മൂസാ അലൈഹി ഇസ്ലാമെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി രോഗം മാറുകയും എന്നാൽ 7 ദിവസത്തോളം ഈ ഗോത്രത്തിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് അള്ളാഹു, അതായത് കർത്താവ് കൽപ്പന കൊടുത്തു എന്നൊക്കെയാണ് ബൈബിളിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല, അവരുടെ ഒരു മരണവും വലിയൊരു ഇമേജ് ബൈബിളിൽ കൊടുക്കുന്നുണ്ട്. ഖുർആൻ ഈ വിശദീകരണങ്ങളൊന്നുമില്ല. ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മയുടെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായി മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെ സംരക്ഷിച്ച ഒരു പെൺകുട്ടിയുടെ ഇമേജ് ആണ് ബൈബിളിൽ ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. മറ്റൊന്ന്, മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയാണ്, ഭാര്യയാണ് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അവിടെ നേരത്തെ ഖുർആനിലും അവരുടെ പേര് പരാമർശിക്കുന്നില്ല. അവർ മദിയൻ ഭാഗത്തെ ഒരു വയസ്സനായ ഒരാളുടെ 2 മക്കളിൽ ഒരാൾ എന്ന രീതിയിലാണ് ഖുർആൻ പരാമർശിക്കുന്നത്. എന്നാൽ ബൈബിളില് മറ്റുള്ള ജൂഡോ ടെക്സ്റ്റുകളിലുമെല്ലാം സിപ്പോറ അല്ലെങ്കിൽ സഫൂറ എന്നൊരു പേര് കൊണ്ടാണ് അവരെ വിളിക്കുന്നത്. നമുക്കത് എക്സോഡസിൽ സിപ്പോറ എന്നുള്ള പേരാണ് കൂടുതൽ ഉപയോഗിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സൂറ ഖസസിൽ അവരുടെ ചരിത്രവും പിന്നീട് വിശദീകരിച്ച് പറയുന്നത് കാണുവാൻ കഴിയും. ഏത് സാഹചര്യത്തിലാണ് മൂസാ അലൈഹി ഇസ്ലാം തന്റെ ഭാര്യയാകാൻ പോകുന്ന, ഇണയാകാൻ പോകുന്ന സ്ത്രീയെ കണ്ടെത്തുന്നത്? അത് വളരെ വളരെ രസകരമായി തന്നെ വിശദമായി തന്നെ ഖുർആൻ സൂറ ഖസസിൽ വിശദീകരിക്കുന്നുണ്ട്. ഈജിപ്തിൽ നടന്ന് അവര് വധമുണ്ടാവുകയും അങ്ങനെ അവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരികയും അങ്ങനെ തളർന്ന ഒരു ഭാഗത്തിരിക്കുകയും ചെയ്യുമ്പോൾ മദിയൻ ഭാഗത്ത് എത്തുകയും അവിടെ അദ്ദേഹം ഒരു കാഴ്ച കാണുന്നുണ്ട്. ഫലമ്മാ വറദ മദിയൻ വജദ അലൈഹി ഉമ്മത്തും മിനൻ നാസ് യസ്ഖൂന വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഖസസിൽ തന്നെ 23-ാമത്തെ ആയത്തിൽ അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം അവിടെ എത്തുമ്പോൾ അവിടെ ഒരു വിഭാഗത്തെ ആൾക്കാരെ അദ്ദേഹം അവിടെ കാണുന്നുണ്ട്. അദ്ദേഹം മദീനയിലെ കിണറിനടുത്തെത്തുമ്പോൾ കുറെ ആളുകൾ കാലികൾക്ക് വെള്ളം കൊടുക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അവരിൽ നിന്ന് വേറിട്ട് ഒരിടത്ത് 2 സ്ത്രീകൾ അവരുടെ കാലികളെ തടുത്തു നിൽക്കുന്നതും കണ്ടു. മൂസാ അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നുണ്ട്, കാല മാ ഖതുബുകുമ, നിങ്ങൾക്ക് എന്താണ് പ്രയാസം എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫഖാലത, അവർ രണ്ടുപേരും പറയുന്നു, ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിയാഉ വ അബൂനാ ശൈഖുൻ കബീർ, ഇടയന്മാർ അവരുടെ കാലുകളെ തെളിച്ചു കൊണ്ട് പോകുന്നത് വരെ ഞങ്ങളുടെ കാലുകൾക്ക് വെള്ളം കൊടുക്കുവാൻ സാധിക്കില്ല, ഞങ്ങളുടെ പിതാവാണെങ്കിൽ പടുവൃദ്ധനുമാണ് എന്ന രീതിയിൽ അവർ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ മൂസാ അലൈഹി ഇസ്ലാം അവിടെ ചെല്ലുകയും അവരെ സഹായിക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്യുന്നതാണ് ഖുർആൻ പരാമർശിക്കുന്നത്. എന്നാൽ ബൈബിളിൽ
അവരെ ചെല്ലുകയും ആ ആട്ടിടയന്മാരുമായ ഒരു മൽപ്പിടുത്തം ഉണ്ടാകുകയും അവരെ അടിച്ചോടിക്കുകയും എന്നിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കുന്നു എന്ന രീതിയിലാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. അവിടെ അത് കൊടുത്തതിന് ശേഷം മൂസ അലൈഹി ഇസ്ലാം എന്ത് ചെയ്യുന്നു? ഒരു തിരിച്ചു നടത്തം കാണിക്കുന്നുണ്ട്. ഫസഖാ ലഹുമ, അവർക്ക് എന്ത് ചെയ്യുന്നു? അവരെ കാലികൾക്ക് വെള്ളം കൊടുത്തു. അതായത് ഈ ഒരു സൗകര്യം ഒരുത്തതിന് ശേഷം സുമ്മ തവല്ല ഇലാ ളില്ല്, അദ്ദേഹം പിന്നെ ഒരു തണലിൽ ചെന്നിരുന്നിട്ട് ഫഖാല, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, നാഥ നീ എനിക്ക് ഇറക്കി തരുന്ന ഏതു നന്മയും എനിക്കിപ്പോൾ ആവശ്യമാണ്. ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥന എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ജീവിതത്തിലുള്ള സകല സൗന്ദര്യങ്ങളും ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കുടുംബവും വീടും തണലും നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ വന്നിരുന്ന് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് മൂസ അലൈഹി ഇസ്ലാമിന് എന്തൊക്കെ ലഭിക്കുന്നു അത് ഈ പ്രാർത്ഥനയുടെ ഫലമാണ്. എനിക്ക് നീ ഇറക്കി തരുന്ന ഏതു നന്മയും എനിക്കിപ്പോൾ ആവശ്യമാണ് എന്നാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തൊട്ടുടനെ തന്നെ അതിന്റെ ഫലങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ തന്നെയാണ് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോൾ എന്നുവെച്ചാൽ അപ്പോൾ തന്നെ എന്ന രീതിയിലാണ് ഫ എന്ന് പറയുന്ന അറബി ഭാഷയുടെ പ്രത്യേകത. അപ്പോൾ തന്നെ അവരിൽ ആ സ്ത്രീകൾ ഒരാൾ നാണിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് കാലത്ത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, എന്റെ പിതാവ് താങ്കളെ വിളിക്കുന്നു, താങ്കൾ ഞങ്ങളുടെ കാലികൾക്ക് വെള്ളം കൊടുത്തതിന് കൂലി തരുവാൻ വേണ്ടി എന്ന് ആ സ്ത്രീ അവിടെ പറയുന്നുണ്ട്. അവിടെ ആ സ്ത്രീയുടെ പറച്ചിലിന്റെ ഒരു വിശദീകരണം നമ്മുടെ വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവർ നടന്നു വരുന്നത് എങ്ങനെയാണ്? അലാ ഇസ്തഹിയ, നാണത്തോടെ ലജ്ജയോടെ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വരവിൽ തന്നെ എന്തുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിലേക്ക് തിരിച്ച് നാണത്തോടെ ലജ്ജയോടെ വരണമെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സിൽ മൂസ അലൈഹി ഇസ്ലാമിനുള്ള ഒരു അട്രാക്ഷൻ രൂപപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത്. എന്നിട്ട് തന്റെ വാപ്പ വിളിക്കുന്നു എന്നാണ്. ഒരു പക്ഷെ ഇവർ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. ഇവർ ചെന്ന് ബൈബിൾ എന്റെ വിശ്വാസപ്രകാരം അവർ ചെന്ന് പറയുകയും എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ വന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചില്ല, വിളിച്ചുകൊണ്ട് വരുവീൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഖുർആൻ അത് പറയുന്നില്ല. ഖുർആൻ പറയുന്നത് ഇവർ ചെന്നിട്ട് കാര്യങ്ങൾ പറയുകയും ബാക്കി വിശദീകരണമാണ് ഖുർആൻ പറയുന്നത്. പ്രതിഫലം തരുവാൻ എന്റെ പിതാവ്, ഞങ്ങളുടെ പിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുകയും മൂസ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാം അവിടെ എത്തുകയും കഥകളൊക്കെ വിശദീകരിച്ച് കേട്ടപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹം പറയുന്നു, ലാ തഖഫ്, ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, നജൗത മിൻ മിനൽ ഖൗമിൽ ളാലിമീൻ, മർദ്ദകരിൽ നിന്ന് നീ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പിതാവ് ആര് എന്ന് പറയുന്ന ചെറിയ ചർച്ചകൾ നമുക്ക് ബൈബിളിൽ ഖുർആനിലും കാണാം. ബൈബിളിന്റെ കഥാപാത്രപ്രകാരം ജീത്രോ എന്ന് പറയുന്ന ഒരാളാണ്. എന്നാൽ ചില ഇസ്ലാമിക പണ്ഡിതന്മാർ ഇദ്ദേഹം ഷുഐബ് നബി അലൈഹി ഇസ്ലാം ആണ് എന്ന് പറയുന്ന ഒരു വിശദീകരണമുണ്ട്. ഖുർആൻ ഇദ്ദേഹം ഷുഐബ് നബി അലൈഹി ഇസ്ലാം ആണെന്ന് പറയുന്നില്ല. ചില പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് പ്രകാരം മൂസ അലൈഹി ഇസ്ലാമിനൊക്കെ മുമ്പേ വന്ന ഒരു അറേബ്യൻ പ്രവാചകനാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാം എന്നൊരു പരാമർശം ചില പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഇത് ഷുഐബ് നബി അലൈഹി ഇസ്ലാം ആണ് എന്ന രീതിയിൽ ഖുർആൻ പരാമർശിക്കുന്നില്ല. ഒരു എൽഡർലി ആയ വയസ്സുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അദ്ദേഹം പിന്നീട് അവിടെ എത്തുകയും ഈ കാലത്ത് ഈ മകൾ തന്നെ തന്റെ പിതാവിനോട് പറയുന്നതായിട്ടാണ് പിന്നീട് ഖുർആൻ പറയുന്നത്. ഈ ഇത്രയും നേരം പരാമർശിച്ച ആ പെൺകുട്ടി തന്നെയാണ് തന്റെ ഈ പിതാവിനോട് പറയുന്നത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ അങ്ങനെ അദ്ദേഹത്തോട് പറയുന്നത്, യാ അബതി ഇസ്തഅ്ജിറുഹു, പ്രിയ പിതാവെ അദ്ദേഹത്തെ നമുക്ക് ജോലിക്കാരനാക്കിയാൽ, ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർത അൽ ഖവിയുൽ അമീൻ, അങ്ങ് നിശ്ചയിക്കുന്ന ഏറ്റവും നല്ല ജോലിക്കാരൻ ബലിഷ്ഠനും വിശ്വസ്തനുമായിരിക്കുമല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, തന്റെ പിതാവിനോട് മകൾ അദ്ദേഹത്തെ ജോലിക്ക് നിർത്തുവാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു എന്ന് വെച്ചാൽ അവിടെ മറ്റു ചില ബന്ധങ്ങൾ രൂപപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ കൂടെ തന്നെ ആ മകൾ തന്നെയാണ് ഈ മൂസ അലൈഹി ഇസ്ലാമിനെ ഒരു ശരീര വർണ്ണനയും കൂടി നടത്തുന്നത്. ഒന്ന്, അദ്ദേഹം ശക്തനാണ്, ശാരീരികമായി ശക്തനാണെന്ന് പറയുകയും രണ്ട് അൽ അമീൻ, സ്വഭാവം കൊണ്ട് വിശ്വസ്തനാണെന്ന് പറയുകയും ചെയ്യുക. ഒരു പെണ്ണിന്റെ നോട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന ഭാഗമാണിത്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു വിഷയമാണ്. ഒരു പെണ്ണിന്റെ നോട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ഇവിടെ പരാമർശിക്കുന്നു. അങ്ങനെയാണ് ഈ വാപ്പ, ഈ ഷുഐബ് നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് എന്താണ്? അതിനുശേഷം പറയുന്ന ഖുർആൻ തന്നെ പറയുന്നു, ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹുക ഇഹ്ദാ ഇബ്നതൈനി ഹാതൈനി, ഈ രണ്ട് മക്കൾ ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരുന്നു, ഒരാൾ തഅജുറനി സമാനിയ ഹിജജ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിൽ ഇങ്ങനെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 8 കൊല്ലം നീ എനിക്ക് വേല ചെയ്യണമെന്ന ഉപാധിയോടുകൂടിയാണ്. 10 കൊല്ലം തേക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ നല്ല മനുഷ്യനാണെന്ന് പിന്നീട് നിനക്ക് കാണാമെന്ന് അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാമിനോട് അങ്ങോട്ട് പറയുന്ന വർത്തമാനമുണ്ട്. അപ്പൊ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് ഇവിടെയാണ് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ, പത്നിയെ, പ്രിയതമയെ വിശദീകരിക്കുന്ന ഭാഗങ്ങളുള്ളത്. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അവരുടെ വരവിനെ ഇസ്തഹിയ, ലജ്ജയോടെ, നാണത്തോടെ, ആ ഒരു പവിത്രമായ സ്വഭാവത്തോടു കൂടി വരുന്നതാണ്. ഒരു ഭയമോ ദുർബലതയോ അല്ല, പകരം ഒരു ഒരു റെസ്പെക്ട് ഉള്ള ഒരു സ്വഭാവത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നത്. അന്നത്തെ നമുക്കറിയാമല്ലോ, ഒരു ഗോത്രവർഗ സമൂഹങ്ങളൊക്കെ മേൽ ഡൊമിനേറ്റഡ് ആയ ഒരു സാഹചര്യത്തിൽ സ്വന്തം കാര്യങ്ങൾ നിർണയിക്കാൻ കഴിയുന്ന, അവരുടെ പേഴ്സണൽ ബൗണ്ടറികളും അവരുടെ അഭിമാനവും വളരെ സുന്ദരമായി തന്നെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ്, ഒരു സ്ത്രീ ആയിട്ടാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രിയതമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസും അവരെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ സ്വന്തം പിതാവിനോട് മൂസ അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ശാരീരികമായ ശക്തി ഉള്ളവനും സ്വഭാവപരമായ വിശ്വസ്തനുമാണ് എന്നുള്ളതാണ്. അതായത് ഒരു ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി ഇതാണല്ലോ. ഏതൊരു നേതൃത്വത്തിലാണെങ്കിലും ഏതൊരു പാർട്ണർഷിപ്പിലാണെങ്കിലും വേണ്ടത് എല്ലാം കൊണ്ടും ശക്തനായ ഒരാളും എല്ലാം കൊണ്ടും വിശ്വസ്തനായ ഒരാളും ആവണമെന്നാണല്ലോ. അത് തന്നെയാണ് ഈ മകൾ മൂസ അലൈഹി ഇസ്ലാമിൽ കണ്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശക്തിയെ അവരുടെ വരുംകാല ജീവിതത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന രീതിയിലാണ് തന്റെ പിതാവിനോട് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ഡൗറി സിസ്റ്റം പോലും വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് അന്നത്തെ ഒരു സംവിധാനത്തിനേക്കാളും അപ്പുറം മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിത സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് നമുക്ക് ജോലിക്കാരനായി എടുക്കാമെന്നാണ് ഈ സ്ത്രീ പിതാവിനോട് പറയുന്നത്. അതായത് മൂസ അലൈഹി ഇസ്ലാം വീടില്ലാത്ത, ദുർബലനായ, ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായ ഒരു സാഹചര്യമാണല്ലോ. ആ സാഹചര്യത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സമ്പത്തിന്റെ ആ കാര്യം നോക്കി തള്ളിക്കളയാതെ അദ്ദേഹത്തിന്റെ ശക്തിയും സ്വഭാവവും അദ്ദേഹത്തിന്റെ ജീവിതശൈലികളും നോക്കിക്കൊണ്ട് അതിന് മുൻതൂക്കം നൽകുന്ന ഒരു ചിത്രീകരണം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഒരു പാർട്ട്ണറിന് ഉണ്ടാവേണ്ട, ഒരു പങ്കാളിക്ക് ഉണ്ടാവേണ്ട മൂല്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ ഇവിടെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. അത് അവിടെയാണ് മറ്റു ചില താരതമ്യങ്ങൾ നമുക്ക് ഖുർആനിലെ ബൈബിളിലും ഇതേപോലെ ചില വിശദീകരണങ്ങൾ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൽ ഇവരുടെ 2 മക്കളിൽ ഒരാളെന്ന രീതിയിലാണ് പരാമർശം. എന്നാൽ ബൈബിളിൽ സിപ്പോറ എന്നുള്ള പേരുണ്ട്. ഇത് ഇവിടെ ഷുഐബ് നബി അലൈഹി ഇസ്ലാം ആണെന്ന് ചില പണ്ഡിത പഠനങ്ങൾ ഉണ്ട്, എന്നാലും അത് ഉറപ്പല്ലെങ്കിലും. എന്നാൽ ജീത്രോ എന്ന് പേരുള്ള മദിയൻ ഭാഗത്തെ ഒരു പുരോഹിതന്റെ മകൾ എന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ ഖുർആനിൽ അവരൊരു മോഡസ്റ്റിയും ഒരു സെൽഫ് റെസ്പെക്റ്റിനെയും കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവിടെ 6 സഹോദരിമാർക്കിടയിലുള്ള ഒരു മകൾ എന്ന രീതിയിലാണ് ബൈബിളിൽ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവത്തെ നേരിട്ട് മനസ്സിലാക്കുന്ന കവിയും അമീനും, സ്ട്രോങ് ആയും അത് വിശ്വസ്തനുമായ ഒരാളെന്ന നിലയിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മകളെ ഇവിടെ വിശദീകരിക്കുന്നു. ഈ ഒരു വിശദീകരണങ്ങളൊന്നും എവിടെ കാണുന്നില്ല, ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ ഖുർആനിൽ 8-10 വർഷത്തിന്റെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടതും അതിന്റെ ഒരു സാഹചര്യം വിശദീകരിക്കുന്നെങ്കിൽ, അതുപോലെ തന്നെ ബൈബിളിലാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാം ആ കുടുംബത്തെ സഹായിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ബൈബിളിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഖുർആനിൽ ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന അവിഭാജ്യ ഘടകം എന്ന നിലയിൽ ഖുർആൻ വിശദീകരിക്കുമ്പോൾ ബൈബിളിലും ഇതിന്റെ ഒരു വിശദീകരണം കാണുന്നുണ്ട്. ബൈബിളിൽ വളരെ രസകരമായ ഒരു സംഭവം, ഒരു ഘട്ടത്തിൽ കർത്താവിന്റെ കൽപ്പനകൾ ലംഘിച്ച മൂസ അലൈഹി ഇസ്ലാമിനെ, മോസസിനെ ശിക്ഷിക്കാൻ കർത്താവ് തയ്യാറാവുന്ന വിവരം അറിഞ്ഞിട്ട്, അതായത് ആ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ മകന്റെ ചേലാകർമ്മം ചെയ്തില്ല. അതൊരു എബ്രഹാമിക് റിലീജിയന്റെ ഒരു കസ്റ്റമിന്റെ ഒരു ഭാഗമായിട്ടാണ്. അത് ചെയ്യാത്തത് കൊണ്ട് ദൈവകോപം വരുന്നു എന്ന് കണ്ടറിഞ്ഞുകൊണ്ട്
മൂസ അലൈഹി ഇസ്ലാമിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ സ്ത്രീ സിപ്പോറ എന്ന് പറയുന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ സ്വന്തം കുഞ്ഞിന്റെ ചേലാകർമ്മം ചെയ്തുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ രക്ഷിക്കുന്ന ഒരു വിശദീകരണം ഖുറാൻ ബൈബിളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഖുറാനിൽ കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ മക്കളുടെ വിശദീകരണങ്ങളൊന്നും ഖുറാനില്ലെങ്കിലും ബൈബിളിൽ ഇവരെ ഗർഷം എന്നും എലിസിയർ എന്ന് പറയുന്ന 2 മക്കളുടെ വിശദീകരണം ഖുറാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു താരതമ്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വിശദീകരിച്ച ബാപ്പ മകൾ ചർച്ചയുടെ ഒരു അനാലിസിസും നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ വളരെ സൂക്ഷ്മമായി വിശദീകരിക്കുന്നത്? അത് കാരണം ഖുർആൻ പരാമർശിച്ച ഓരോ പദങ്ങളും വിശ്വാസികൾക്ക് തെളിവും അത് ഒരു പ്രമാണവുമായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പറിച്ചു നടേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഒരു പിതാവ് തൻ്റെ മകളുടെ ശബ്ദത്തെ, അവരുടെ വർത്തമാനത്തിനെ വാല്യൂ, അതായത് അതിനുള്ള മൂല്യം നൽകുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാം. ആ മകൾ തന്റെ പിതാവിനോട് വന്ന് പറയുമ്പോൾ അതിനനുസരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പിതാവ്. അന്നത്തെ ആ ഒരു BC കാലഘട്ടത്തിലെ മദീൻ പ്രദേശത്തെ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറുപ്പക്കാരിയായ തന്റെ മകളുടെ ക്യാരക്ടർ അസസ്മെന്റിനെ മനസ്സിലാക്കിക്കൊണ്ട് ജോലി നൽകുന്ന ഒരു പിതാവിന്റെ ഒരു ചിത്രം ഇവിടെ നൽകുന്നുണ്ട്. തന്റെ മകളുടെ ശൂരയെ, അവരുടെ കാഴ്ചപ്പാടിനെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ ഇവിടെ ചിത്രീകരിക്കുന്നു. ഖുർആൻ എത്രത്തോളം പെൺമക്കളോട് ഇടപെടണം എന്ന് പറയുന്ന ഇമേജും ഈ ഭാഗത്തോടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, ഈ മകളുടെ ഈ വർത്തമാനത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടോട് പഠിപ്പിക്കുന്നു. ഇത്രത്തോളം താല്പര്യപൂർവ്വം ഇന്നൊരാളുണ്ട്, അയാൾ ശക്തനാണ്, അയാൾ ശാരീരികമായ ശക്തനാണ്, അയാൾ വിശ്വസ്തനാണ്, അയാൾക്ക് നമുക്ക് ജോലി കൊടുക്കാമെന്ന് ഒരു പെണ്ണൊരു സുപ്രഭാതത്തിൽ തന്റെ മകൾ തന്നോട് വന്ന് പറയുമ്പോൾ അതിന്റെ പുറകിലുള്ള താല്പര്യം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പിതാവ്, അതിനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പിതാവ് എന്ന് പറയുന്ന ഒരു ഇമേജും നമുക്ക് ഖുർആനിലൂടെ ഈ സംഭവത്തിൽ തരുന്നുണ്ട്. അത് നമുക്ക് കടമെടുക്കേണ്ട ചില പാഠങ്ങളും കൂടിയിട്ടാണ്. അത് മാത്രമല്ല, അന്നത്തെ ഒരു സാഹചര്യം നോക്കുക. മൂസ അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന ഇസ്രായേലി സമൂഹത്തിൽപ്പെട്ടതാണ്. ഇവർ മദിയനാണ്, അറബ് പ്രദേശത്തിന്റെ അടുത്ത് കിടക്കുന്ന ഭാഗമാണ് അത്. അതായത് മറ്റൊരു ഔട്ട്സൈഡർ ആയ ഒരാളാണ്, ഒരു രാഷ്ട്രീയപരമായി അഭയാർത്ഥിയായി വന്ന ഒരാളാണ്. ഈജിപ്തിൽ പലതരത്തിൽ വാണ്ടഡ് ആയ, അവിടുത്തെ ഭരണകൂടം അന്വേഷിക്കുന്ന ഒരാളാണ്. അങ്ങനെ പലതരത്തിലുള്ള ഭൗതിക താല്പര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു വിവാഹ ബന്ധത്തിന് യോജിക്കാത്ത ഒരാളാണ്. എന്നാൽ പോലും തന്റെ മകളുടെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് ആ ജോലിക്ക് ഏൽപ്പിക്കുകയും അങ്ങനെ അവിടെ വിവാഹം കഴിച്ചു കൊടുക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന, അതിനെ ഡൗറിയായി സ്വീകരിക്കുന്ന ഒരു ഇമേജ്, ഒരു നല്ല പിതാവിന്റെ ഇമേജും കൂടെ തരുന്നു. ആ നല്ല പിതാവിന്റെ ഇമേജ് നമുക്ക് ലഭിക്കുന്നത് നല്ല മകളുടെ വർത്തമാനത്തിലൂടെയും ആ നല്ല മകളുടെ കാഴ്ചപ്പാടിലൂടെയാണ്. അപ്പോൾ മകൾ പിതാവ് ബന്ധത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ ഭാര്യയുടെയും അവരുടെ പിതാവിന്റെയും സംഭാഷണങ്ങളും അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൂടെ തന്നെ ഒരു സ്ത്രീയുടെ ഏജൻസിയെ അംഗീകരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഇതിലൂടെ കാണാം. അതുപോലെ തന്നെ മെറ്റീരിയലായ ലോകത്തിനേക്കാളും അപ്പുറം, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും കഴിവിനെയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പിതാവിന്റെ ഒരു ഇമേജ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു. അതുപോലെ തന്നെ വളരെ കുടുംബത്തിനുള്ളിൽ വളരെ സ്വതന്ത്രമായും സുതാര്യമായും കുടുംബത്തിലെ ഓരോ മെമ്പേഴ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുന്ന, ഓരോരുത്തർക്കും തന്റെ അഭിപ്രായം തുറന്നു പറയുമ്പോഴും അത് താൻ വലിയ സുരക്ഷയാണെന്ന് ബോധം, ഒരു സാഹചര്യം ലഭിക്കുന്ന ഒരു പശ്ചാത്തലവും നമുക്ക് ഈ സംഭവത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിന്റെ സാഹചര്യം എങ്ങനെ ആവണമെന്നും കൂടി പഠിപ്പിക്കുന്ന, ആ കുടുംബത്തിൽ അങ്ങനെ സുതാര്യമായ സാഹചര്യം ഉണ്ടാക്കാൻ കാരണക്കാരിയായ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ ഇമേജ് നമുക്ക് ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം സുന്ദരമായ ചില സന്ദർഭങ്ങളും ചരിത്ര സന്ദർഭങ്ങൾ പഠിപ്പിക്കുന്നതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെയും അദ്ദേഹത്തിന്റെ പ്രിയതമയുടെയും ജീവിതാനുഭവങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹുദവാന റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.